കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സപ്തസ്വരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. സപ്തസ്വരങ്ങളെ രണ്ടായിട്ട് തിരിക്കാം എന്നെല്ലാം നമ്മൾ പറഞ്ഞു. പ്രകൃതി സ്വരങ്ങള്, വികൃതി സ്വരങ്ങള് പറഞ്ഞു. ഇന്ന് നമുക്ക് ആ സപ്തസ്വരങ്ങള് ഏത് രാഗത്തിലാണ് ആരംഭിക്കുന്നത് കർണാട്ടിക് മ്യൂസിക്കിൽ എന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. സപ്തസ്വരങ്ങള് നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ ആരംഭിക്കുന്നത് മായാമാളവ ഗൗളരാഗമാണ്. മായാമാളവ ഗൗളരാഗം എന്ന് പറയുമ്പോൾ 15ാമത്തെ മേളകർത്താരാഗം, 15th മേളകർത്താരാഗമാണ്. ഈ രാഗങ്ങളെ തന്നെ നമ്മൾ 6 രാഗങ്ങളിലെ 12 ചക്രങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വരും ക്ലാസ്സുകളിൽ നന്നായിട്ട് ഞാൻ പറയുന്നതാണ്. ഇപ്പം നമ്മൾ മായാമാളവ രാഗത്തിലാണ് സപ്തസ്വരങ്ങൾ ആരംഭിക്കുന്നത്. അതില് സപ്തസ്വരം എന്ന് വെച്ചാൽ 7 സ്വരങ്ങളാണ്. അപ്പം മായാമാളവ രാഗത്തിൽ വരുന്ന സ്വരങ്ങൾ ഏതൊക്കെയാണ് പറയാം. അത് 15ാമത്തെ മേളകർത്താരാഗാന്ന് ഞാൻ പറഞ്ഞു. ഇനി അത് പിന്നെ ചക്രങ്ങൾ എന്ത് പറയും? ഇന്ദു, നേത്രം, അഗ്നി, വേദം, ബാണം, ഋതു, ഋഷി, വസു, ഭ്രമ, ദി, രുദ്രൻ, ആദിത്യൻ, ഇങ്ങനെ 12 ചക്രങ്ങളുണ്ട്. അതിൽ വരുന്ന ചക്രത്തില് 15ാമത്തെ മേളകർത്ത രാഗമായിട്ടാണ് മായാമാളവ രാഗം ഉള്ളത്. ഇതിൽ വരുന്ന സ്വരങ്ങള് ഷഡ്ജം, ശുദ്ധ ഋഷഭം, അന്തരകാന്താരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി, നിഷാദം. ഇത്രയും സ്വരങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞു ഇപ്പോഴും ഷഡ്ജപഞ്ചമങ്ങള് പ്രകൃതി സ്വരങ്ങളാണ്. അതിൽ നമുക്ക് വ്യത്യാസങ്ങളില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള സ്വരങ്ങള് ഋഷഭം, ശുദ്ധ ഋഷഭം, ഗാന്ധാരം, അന്തരകാന്താരം, മധ്യമം, ശുദ്ധ മധ്യമം. മധ്യമത്തെ നമ്മൾ 2ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ശുദ്ധ മധ്യമം, പ്രതിമധ്യമം. അതിൽ ശുദ്ധ മധ്യമം, പഞ്ചമം. പഞ്ചമത്തിൽ നമുക്ക് വ്യത്യാസമില്ല, അത് പ്രകൃതി സ്വരമാണ്. ദൈവതം, ശുദ്ധ ദൈവതം, കാകളി, നിഷാദം. ഇത്രയും സ്വരങ്ങളാണ് നമ്മളെ മായാമാളവ രാഗത്തിൽ വരുന്ന സപ്തസ്വരങ്ങളിൽ വരുന്ന മായാമാളവ രാഗത്തിലുള്ള രാഗങ്ങളുടെ സ്വരസ്ഥാനങ്ങൾ. ഷഡ്ജം എന്നോട് പറയാം, ശുദ്ധ ഋഷഭം, അന്തരകാന്താരം, ശുദ്ധ മധ്യമം, പഞ്ചമം, ശുദ്ധ ദൈവതം, കാകളി, നിഷാദം. ഇതില് 5 സ്വരങ്ങൾക്കാണ് വ്യത്യാസങ്ങൾ വരുന്നത്. ബാക്കി നമ്മളെ ഷഡ്ജപഞ്ചമങ്ങളാണ്. അത് നമ്മളുടെ പ്രകൃതി സ്വരങ്ങളാണ്. അത് നമ്മളുടെ ആധാര ശ്രുതി സ്വരങ്ങളാണ്. അതൊക്കെ നമ്മൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പാടുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും കുട്ടികൾക്കത് പാടി നമുക്ക് ആ ഒരു വേരിയേഷൻസ് ഒക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ടാവുക. അത് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്താണ് പാട്ടിന്റെ ആ ഒരു ഫസ്റ്റ് നമ്മൾ പറയില്ലേ ബാലപാഠങ്ങളിൽ അതിൽ സംഗീതത്തിൽ വരുന്ന ഫസ്റ്റ് പാഠഭാഗമാണ് അത്. എന്താണ് അതിന്റെ തിയറിയാണ്. മായാമാളവ രാഗത്തിന്റെ തിയറിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. അതിൽ വരുന്ന സ്വരങ്ങളും പിന്നെ നമ്മൾ പാടുന്നത് ആദി താളത്തിലാണ്. താളത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. സപ്തസ്വരം പോലെ തന്നെ സപ്തതാളങ്ങളും നിലവിലുണ്ട്. ഏതാണ്? ധ്രുവതാളം, മധ്യതാളം, രൂപകതാളം, ജംബതാളം, ത്രിപുടതാളം, അടതാളം, ഏകതാളം, ഇങ്ങനെ 7 താളങ്ങളുണ്ട്. അത് 5 ജാതികളിലാണ്. അത് പറഞ്ഞത്. സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. അത് വലിയൊരു സാഗരമാണ് നമ്മൾ പറയാൻ കാരണതാണ്. ഇപ്പൊ നമ്മൾ നേരെ സപ്തസ്വരം നേരെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് താളത്തിലേക്ക് പോയി. എന്താ താളത്തെ കുറിച്ച് പറയണം. ഈ സംഗീതത്തോടൊപ്പം എന്താണ് നമ്മൾ കേട്ടില്ലേ? ശ്രുതിയമ്മ ലയമച്ചൻ മകളുടെ പേരു സംഗീതം. അതാണ് ശ്രുതിയും ലയവും ഒത്തുചേർന്നാലേ സംഗീതം ഉണ്ടാവുള്ളൂ. നമ്മൾ പറയില്ലേ നല്ല അച്ഛനമ്മ ഒത്തുചേർന്ന് നല്ല കുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ ശ്രുതിയും ലയവും പാട്ടിന് നമ്മൾ പാടുന്നതോടൊപ്പം ഒരു താളം ലയം ഉണ്ടാവുമ്പോഴേ അത് അതിന്റെ പൂർണ്ണതയിലെത്തുള്ളൂ. അപ്പൊ നമ്മളെ സംഗീതം അവിടെ ഉത്ഭവിക്കപ്പെടും. അതുകൊണ്ടാണ് ശ്രുതിയും ലയവും രണ്ടും ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പം ലയത്തിന്റെ ഭാഗത്തുനിന്ന് താളത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. നമ്മൾ ആദ്യ താളത്തിലാണ് പാടുന്നത്. ആദ്യ താളം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ആദ്യ താളത്തെ കുറിച്ചൊന്ന് പറയാം നമുക്ക്. ആദ്യ താളം എന്ന് വെക്കുമ്പോൾ 4/4 എന്ന് പറയും. നമ്മൾ സിനിമാ പാട്ടൊക്കെ എടുക്കുമ്പം അവിടെ പറയും 4/4ലാണ് പാട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ആദ്യ താളമാണ്. ആദ്യ താളം എങ്ങനെയാണ് ഇടുന്നത്? നമ്മൾ പറയും ഇങ്ങനെ 1 2 3 4 5 6 7 8 ഇങ്ങനെ 8 അക്ഷരകാലം. നമ്മൾ നടക്കുന്നത് വരെ ഒരു ആദ്യതാളത്തിന്റെ ക്രമത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മൾ അടിച്ചിട്ട് ഈ വിരല് വെക്കുന്നതിന് നമ്മൾ ലഘു എന്ന് പറയും. എന്താണ് പറയുക? ലഘു. അത് 1 എന്നുള്ള സൈനോട് കൂടി നമുക്ക് പഠിക്കുന്ന പാഠപുസ്തകത്തിൽ കാണും. പിന്നെ നമ്മൾ അടിച്ച് കൈ വീശുന്നതിന് നമ്മൾ ദ്രുതം എന്ന് പറയും. അടിക്കുന്നു, കൈ വീശുന്നു, അത് ദ്രുതമാണ്. ഇനിയിപ്പം അടി മാത്രമാണ് വരുന്നത് വെച്ചാൽ അനുദ്രുതം. അത് അനുദ്രുതം എന്ന് പറയും. അപ്പം എന്താണ് ആദിതാളം? ഒരു ലഘുവും 2 ദ്രുതവും ചേർന്നതാണ് ആദിതാളം.
അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ കാണാം ഒരു 1 എന്നുള്ള സൈനും 2 പൂജ്യം പോലെയുള്ള സൈനുകളും ചേർന്നതാണ് ആദ്യ താളത്തിന്റെ നൊട്ടേഷൻ. അവിടെ ഇങ്ങനെ അംഗങ്ങൾ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അങ്ങനെയാണ് കാണിക്കുക. പക്ഷെ അക്ഷരകാല പ്രകാരം അത് ചിട്ടപ്പെടുത്തുമ്പം 4 + 2 + 2 = 8 ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ഇന്ന് ഏകദേശം നമ്മളുടെ സംഗീതത്തിന്റെ ഒരു ബാലപാഠത്തിന്റെ ഒരു ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. നമ്മള് സപ്തസ്വരങ്ങളില് ഏത് രാഗത്തിലാണ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞു. അത് മായാമാളോള രാഗമാണ്. അതിന്റെ 15ാമത്തെ മേളകർത്താ രാഗമാണ്. അതിൽ വരുന്ന സ്വരങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി അതിന്റെ താളത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ്? ആദ്യ താളമാണ്. അത് 8 അക്ഷരകാലമാണുള്ളത് നമ്മൾ പറഞ്ഞു. അതെങ്ങനെ ഇടുന്നതെന്നുള്ള ആ ഒരു മാതൃക ഞാൻ കാണിച്ചു തന്നു. അപ്പൊ ഇത്രയും കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണുമല്ലോ. അത്രയും കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ കാര്യത്തിൽ ഞാൻ പറയുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് സപ്തസ്വരങ്ങൾ എങ്ങനെ പാടുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വരാട്ടോ. അതുവരേക്കും ബൈ.